ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മരണ അന്ത്യശാസനം വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അമേരിക്കൻ സൈനികരെ നിങ്ങൾ ഹോട്ടലുകളിൽ പാർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ രാജ്യം ബോംബ് വെച്ച് തകർക്കും, ആ ഹോട്ടലുകൾ ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലുമായും അമേരിക്കയുമായും സംഘർഷം തുടരുന്നതിനിടയിൽ ബഹ്റൈനിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഹോട്ടൽ ഉടമകൾക്ക് ഇറാൻ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അമേരിക്കൻ സൈനികരെ അവരുടെ ഹോട്ടലുകളിൽ താമസിപ്പിച്ചാൽ അവരുടെ സ്വത്തുക്കൾ നിയമാനുസൃതമായ സൈനിക ലക്ഷ്യങ്ങളെ മാറുമെന്നും ഞങ്ങൾ അവരെ ബോംബ് വയ്ക്കുമെന്നും ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറുവശത്ത് ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് അനുസരിച്ച് വിദേശ സൈനികർക്ക് അഭയം നൽകുന്ന എല്ലാ സ്ഥലങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഈ മുന്നറിയിപ്പ് ഉടനടി പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മേഖലയിലുടനീളമുള്ള സിവിലിയൻ സ്ഥലങ്ങളിൽ US സൈനികർ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ബെയ്റൂട്ടിലെ പഴയ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ലോജിസ്റ്റിക്സ് ബേസ്, ഡമാസ്കസിലെ റിപ്പബ്ലിക്കൻ പാലസ്, ഫോർ സീസൺസ്, ഷെറാട്ടൺ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഉപദേശക പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഈ ആഴ്ച ഇസ്താൻബുൾ, സോഫിയ വഴി ജിബൂട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് US മറൈൻ സൈനികരെ അയച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യാഴാഴ്ച നേരത്തെ ഗൾഫ് അറബ് രാജ്യങ്ങളിലെ ഹോട്ടലുകൾക്ക് അമേരിക്കൻ സൈനികരെ സ്വീകരിക്കരുതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകി. അവർ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾ ഉപേക്ഷിച്ച് സിവിലിയൻ പ്രദേശങ്ങൾ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഇത്. ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്കൻ സൈനികർ GCC സൈനിക താവളങ്ങളിൽ നിന്ന് ഓടിപ്പോയി ഹോട്ടലുകളിലും ഓഫീസുകളിലും ഒളിച്ചിരിക്കുന്നു. അവർ GCC പൗരന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അറാക്ചി എഴുതിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഭീഷണി ഉയർത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ബുക്കിംഗ് നിഷേധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന US-ലെ ഹോട്ടലുകൾക്കായി അദ്ദേഹം സാഹചര്യത്തെ താരതമ്യം ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലെ ഹോട്ടലുകൾക്കും സമാനമായ നയം സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എന്നുള്ളതും ഈ കാലയളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.